ഹായ്, നമുക്ക് തെങ്ങ് തുറക്കുന്ന ഒരു കാഴ്ച കാണാം. അതിനെക്കുറിച്ച് നമുക്ക് ഇവരോടൊന്ന് ചോദിച്ചു നോക്കാം. നമ്മളിപ്പോൾ കാണുന്നത് നാട്ടിൻപുറത്തെ ഒരു തെങ്ങ് തുറക്കുന്ന ഒരു കാഴ്ചയാണ്. സാധാരണ നിങ്ങൾ ചിലവരൊക്കെ ഈ കാഴ്ച കണ്ടിട്ടുണ്ടാവും. പക്ഷേ കാണാത്തവർക്ക് വേണ്ടിയാണ് ഈ കാഴ്ച ഞാൻ എടുക്കുന്നത്. പണ്ട് കാലത്ത് നമ്മൾ സ്ഥിരമായി കാണുന്ന ഒരു കാഴ്ചയാണല്ലോ ഈ തെങ്ങ് തുറക്കുന്ന ഒരു കാഴ്ച. പക്ഷേ ഇപ്പോൾ അത് അപൂർവമായി മാത്രമേ നമ്മൾ കാണാറുള്ളൂ. ഈ തെങ്ങിന് എത്രമാത്രം വീതി വേണം എന്ന് ചോദിച്ചപ്പോൾ അദ്ദേഹം പറഞ്ഞ മറുപടി ഇതായിരുന്നു: തെങ്ങിൻ്റെ ഓല, അതായത് നമ്മുടെ തെങ്ങോലയുടെ നീളത്തിനനുസരിച്ചുള്ള വീതിക്കാണ് താഴത്തെ തടം തുറക്കുക എന്നാണ് അദ്ദേഹം പറഞ്ഞത്. അതായത് അതിൻ്റെ വേരുകൾ അതിനനുസരിച്ച് വളരും, അതിനനുസരിച്ചാണ് നമ്മുടെ തെങ്ങിന് തടയെടുക്കുക എന്ന് അദ്ദേഹം പറഞ്ഞു. ചെറിയ കുട്ടിക്കും വലിയ ആൾക്കും ഒരേ ഭക്ഷണമല്ലല്ലോ നമ്മൾ കൊടുക്കാറ്. അതുകൊണ്ട് തന്നെ ചെറിയ തൈക്ക് ചെറിയ തടം, വലിയ തെങ്ങിന് വലിയ തടം എടുക്കും എന്ന് അദ്ദേഹം കോമഡി രൂപത്തിൽ പറഞ്ഞു. കൃഷി എന്ന് വെച്ചാൽ ഓരോ മനുഷ്യനും അത്യന്താപേക്ഷിതമായ ഒരു ഘടകമാണ്. അതുകൊണ്ട് തന്നെ നമുക്ക് ഈ തെങ്ങിനെക്കുറിച്ചും ഈ തെങ്ങിൻ്റെ വളമിടുന്ന രീതികളെക്കുറിച്ചും ഒക്കെ സാധാരണയായി ഇവരോട് തന്നെ ഒന്ന് ചോദിച്ചു നോക്കാം. ഇദ്ദേഹം അതിനെക്കുറിച്ച് കുറച്ച് കാര്യങ്ങൾ പറഞ്ഞു തരാം എന്ന് എന്നോട് പറഞ്ഞു. കായഫലം ഇല്ല എന്ന് പറഞ്ഞ് ഒരുപാട് ആൾക്കാർ തെങ്ങുകൾ മുറിച്ച് കളയുന്ന ഒരു കാലഘട്ടത്തിലാണ് നമ്മൾ ഇപ്പോൾ ഉള്ളത്. അത് എന്തുകൊണ്ടാണ് അങ്ങനെ വരുന്നത് എന്നും നമുക്ക് ഇദ്ദേഹത്തിൽ നിന്നറിയാം. എന്തായാലും തെങ്ങിന് തടമെടുക്കുന്നത് കാണുന്ന കാഴ്ച ഒരു പ്രത്യേക ഭംഗി തന്നെയാണ്. നമ്മുടെ കേരളത്തിലെ ഈ കേരവൃക്ഷങ്ങൾ ഫലഭൂയിഷ്ടമായിട്ട് വളരുവാൻ നമ്മൾ പ്രത്യേകിച്ച് ഇതുപോലെയുള്ള വളപ്രയോഗങ്ങൾ ചെയ്തു കൊടുക്കേണ്ടത് അത്യാവശ്യമാണ്. നല്ല ആഴത്തിലുള്ള കുഴിയെടുത്ത് അതിൽ പച്ചിലകളും ചപ്പുചവറുകളല്ല കേട്ടോ, ചപ്പുചവറുകൾ എന്ന് വെച്ച് കഴിഞ്ഞാൽ ഉണങ്ങിയ ഇലകളൊക്കെയാണ് നമ്മൾ ഉദ്ദേശിക്കുന്നത്. അതാണ് ഈ തെങ്ങിന് ഏറ്റവും നല്ല വളം. മഴക്കാലത്ത് ഇതുപോലെ നമ്മൾ കുഴിയെടുക്കുന്നത് കൊണ്ട് തന്നെ അതിൽ ഒരുപാട് വെള്ളമൊക്കെ നിറഞ്ഞ് വളപ്രയോഗമൊക്കെ നടത്തുമ്പോൾ തെങ്ങിന് ഒരുപാട് കാലം അതിൻ്റെ ജലാംശം കിട്ടുവാൻ സാധ്യതയുണ്ട്. അതുകൊണ്ട് തന്നെയാണ് ഇത്രയും ആഴത്തിലൊക്കെ കുഴിയെടുക്കുന്നത്. പിന്നെ നമ്മുടെ പറമ്പുകളിലെ വെള്ളം അത് വെറുതെ ഒഴുകിപ്പോകാതെ നഷ്ടപ്പെടാതെ നമ്മളെ പറമ്പുകളിൽ തന്നെ നിലനിൽക്കും. തെങ്ങിനെ തടമെടുക്കാൻ വരുന്നവരുടെ കൂടെ ജോലി ചെയ്യുന്നവരുടെ പ്രധാന ജോലി എന്താണെന്ന് വെച്ചാൽ അവിടെയുള്ള ചെറിയ ചെറിയ ഓലകളും മറ്റും തറച്ച് ആ തൈക്കുണ്ടിലേക്ക് ഇടുക എന്നുള്ളതാണ്. പിന്നെ അവിടെയുള്ള ചെറിയ ചെറിയ കാടുകളൊക്കെ വെട്ടിത്തെളിക്കുകയും അതിൻ്റെ ചപ്പുകളും കാര്യങ്ങളും ഒക്കെ എടുത്ത് തെങ്ങിൻ്റെ കുണ്ടയ്ക്ക് ഇട്ട് കൊടുക്കുകയും ചെയ്യുന്നു. തെങ്ങിൻ്റെ തടമെടുക്കുന്നതിലൂടെ പറമ്പ് ഒരുപാട് വൃത്തിയാവുകയും ഇതുമൂലം ചെയ്യുന്നുണ്ട്. എന്നിട്ട് പറമ്പ് മുഴുവനായി കൊത്തിയിടും. നിങ്ങൾക്ക് ഇതിനെക്കുറിച്ച് എന്തൊക്കെയാ പറയാനുള്ളത്? തെങ്ങ് തുറക്കുന്നതിന്റെ കാരണം എല്ലാവർക്കും അറിയില്ലല്ലോ ഈ തെങ്ങ് എന്തിനു തുറക്കുന്നേ അല്ലേ? നമ്മൾ ഭക്ഷണം കഴിക്കുന്നത് ആരോഗ്യം ഉഷാറാവേ അല്ലേ? അതെ, അതുപോലെ തന്നെയാണ് ഇത്. തെങ്ങിന്റെ ആരോഗ്യത്തിന് വേണ്ടി, തെങ്ങിന് അയപ്പുണ്ടാകാൻ വേണ്ടിയാണ് നമ്മൾ തെങ്ങ് തുറക്കുന്നതും അതിന് പരിക്ക് ഇട്ട് കൊടുക്കുന്നത്. പരിക്കെന്ന് വെച്ച് കഴിഞ്ഞാൽ ഇതുപോലുള്ളത് ഇട്ട് കൊടുക്കുന്നതും വളം ചെയ്യുന്നതൊക്കെ അതിന് വേണ്ടിയിട്ടാണ്. പിന്നെ തുറ വട്ടല്ലേ ചോദിച്ചത്? അതെ. ഇത് എത്ര വലിപ്പം വേണമെന്നുള്ളൊരു കണക്കുണ്ടാ? വലിപ്പം എന്ന് വെച്ച് കഴിഞ്ഞാൽ ഇതിന്റെ കുണ്ടയുണ്ടല്ലോ, തെങ്ങിന്റെ മെരട്, അതിന്റെ മെരടിന് അനുസരിച്ചിട്ടാണ് വട്ടം കൂടി വരിക. ചെറിയ തൈയാണെങ്കിൽ ഇത്രയും വട്ടം, ചെറുത് മതി. ചെറുതാണെങ്കിൽ ചെറുത്. ഇതിപ്പോ ഓലവട്ടം എന്നൊക്കെ പറഞ്ഞില്ലേ നിങ്ങൾ? ഓലവട്ടം ഞാൻ പറഞ്ഞത് പഴയ കണക്ക് എങ്ങനെയാന്ന് വെച്ച് കഴിഞ്ഞാൽ ഓലവട്ടത്തിലാണ് തുറക്കുന്നത്. പിന്നെ ആളുകൾ പറയുന്നത് തെങ്ങിനെ പണിയെടുത്തിട്ട് ഒരു കാര്യമില്ല, തെങ്ങിന്റെ മേലെയൊന്നും കിട്ടുന്നില്ല എന്നാണ്. അപ്പൊ എന്തുകൊണ്ടാണ് കിട്ടാത്തത്? അതിന് ശരിയായ വളം കൊടുക്കാത്തത്, ശരിയായ വിധത്തിൽ പണിയെടുക്കുന്നില്ല. കഴുകി തുറക്കുന്ന പോലെ തെങ്ങ് തുറക്കും, എണ്ണം കൂട്ടിയില്ല. എന്നിട്ടോ അപ്പൊ ആ വട്ടത്തിൽ നമുക്ക് പരിക്ക് ചെയ്യാൻ പറ്റുന്നില്ല. അതുപോലെ ശരിയായ ശരിക്കുള്ള രീതിയിൽ തന്നെ തുറന്നെടുക്കണം. തുറന്നിട്ട് വെച്ച് കഴിഞ്ഞാൽ പച്ചിലകള്, ചാണകം, വളം ഇതൊക്കെ ചെയ്യുക. ഇതെല്ലാം ചെയ്തു കഴിഞ്ഞാൽ തെങ്ങിന് വെച്ച് കഴിഞ്ഞാൽ കൊല പൊട്ടും,
കൂടുതൽ കൂടുതൽ കായ്പുണ്ടാവും. ഇത് ഏത് മാസങ്ങളൊക്കെ ആയി തെങ്ങ് തുറക്കുക? ഏത് മാസമൊക്കെയാ? മാസം എന്ന് വെച്ച് കഴിഞ്ഞാൽ മിഥുന മാസം. മിഥുനം എന്ന് പറയുമ്പോൾ വെച്ച് കഴിഞ്ഞാൽ ജൂൺ മാസം പകുതിയോടുകൂടി. ജൂൺ മാസം പകുതിയോടുകൂടി തെങ്ങെല്ലാം തുറക്കാൻ തുടങ്ങും. ജൂൺ ഫസ്റ്റിലാണല്ലോ പരിശം തുടങ്ങുന്നത്. അതെ, മഴ തുടങ്ങുന്നത്. അതെ. അപ്പൊ ഒരു 2 ആഴ്ച കഴിയുമ്പോഴത്തേക്കും മണ്ണിനെല്ലാം എടുത്ത് വരും. ഈ നല്ല ഒരു ഇത് വരും. നല്ല ഒരു ഇത് വരും. അപ്പൊ എന്ന് വെച്ച് കഴിഞ്ഞാൽ ജൂൺ പകുതിയോടുകൂടി തെങ്ങ് തുറക്കാൻ തുടങ്ങാം. തെങ്ങ് തുറന്ന് ഇങ്ങനെ ഇതുപോലെയല്ലേ വളങ്ങളൊക്കെ ചെയ്ത്. ഏറ്റവും കൂടുതൽ പച്ചില വളാന്നല്ലേ അല്ലെ? ഈ സമയത്താകുമ്പോ ഒരുപാട് ഇലകളും ഇത് കിട്ടുമല്ലോ. പച്ചില വളം തന്നെയാണ് വേണ്ടത്. പച്ചില വളം, ചാണകം. തെങ്ങിന് ഏറ്റവും ഫസ്റ്റ് ചാണകം, പച്ചില വളം, വെണ്ണീര്. അതെ, തെങ്ങിന് അതാണ് വേണ്ടത്. ഇത് ഈ വളം ചെയ്ത് കഴിഞ്ഞാൽ തെങ്ങ് കൂടുതൽ കാലം വീട് നിൽക്കുകയും ചെയ്യും. ഉള്ള തേങ്ങ വെച്ച് കഴിഞ്ഞാൽ നല്ല കാമ്പൂച്ച ഉണ്ടാവും. അതെ, അല്ലെങ്കിൽ മണ്ടരി വായിച്ച തേങ്ങ പോലെയാവും അല്ലേ? പിന്നെ ഇംഗ്ലീഷ് വളം കൂടുതൽ ചെയ്ത് കഴിഞ്ഞാൽ തെങ്ങ് വേഗം പോകും. ഇംഗ്ലീഷ് വളത്തിന്റെ ആൾക്കാർ കേൾക്കണ്ട. അതാണ് അങ്ങനെ. കൃഷി വകുപ്പ് പറയുന്നത് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ നിങ്ങൾ കൂടുതൽ കാലം തെങ്ങുണ്ടായിട്ട് കാര്യമില്ല, അത്യുൽപാദനമാണ് വേണ്ടത്. അങ്ങനെ അത്യുൽപാദനം മാത്രം നോക്കിയിട്ട് കാര്യമില്ലല്ലോ. നമുക്ക് നാച്ചുറൽ ആയിട്ടുള്ള വളപ്രയോഗമല്ലേ വേണ്ടത് അല്ലേ? നാച്ചുറൽ ആയിട്ടാണ് വേണ്ടത്. കാരണം ഇതാകുമ്പോൾ വെച്ച് കഴിഞ്ഞാൽ നല്ല കാമ്പൂറ്റം ഉണ്ടാവും, തേങ്ങ നല്ല വെയിറ്റ് ഉണ്ടാവും, ഉള്ളുണ്ടാവും. മറ്റേതല്ല, മറ്റേത് എണ്ണം കൂടുതലേ ഉണ്ടാവും. ഇംഗ്ലീഷ് വളം ചെയ്യുമ്പോൾ എണ്ണം കൂടുതലുണ്ടാവും. പണ്ടേയുള്ള ഒരു രീതി ഇത് തന്നെയാണല്ലോ. പണ്ടേയുള്ള രീതി ഇതാണ്. പച്ചില വളം, ചാണകം, വെണ്ണീര്. നിങ്ങളെ പേരെന്താ? എന്റെ പേര് സത്യൻ. നിങ്ങൾ ഒരുപാട് വർഷമായോ ഇത് ചെയ്യുന്നേ? ഞാനിപ്പോ ഒരു 15 വർഷമായി ഈ പണിയിലേക്ക്. മുന്നേ എന്തായിരുന്നു? അതിനു മുമ്പേ ഞാൻ ഗൾഫിലായിരുന്നു. പിന്നെ കൺസ്ട്രക്ഷൻ വർക്കിലായിരുന്നു. അങ്ങനെയൊക്കെ ആയിരുന്നു. പക്ഷെ ഈ പണീന്റെ ഒരു നമുക്കൊരു സന്തോഷം വേറെ കിട്ടൂലെന്ന് തോന്നുന്നു അല്ലേ? അതുകൊണ്ട് തന്നെയാണ് ഞാൻ ഇതിലേക്ക് ഇറങ്ങിയത്. അതെ, അതെ. ഇത് നമുക്ക് മാനസികമായ ഒരു സന്തോഷം കൂടിയാ. മാനസികമായിട്ട് മാത്രമൊന്നല്ലപ്പോ. കാരണം വെച്ച് കഴിഞ്ഞാല് നമ്മളെ തനിക്ക് കൃഷി രൂപയല്ലേ ഇത്. അതെ. ഇപ്പൊ തെങ്ങിന്റെ മേലെ ഒരു 10 തേങ്ങ, ഒരു 10 കൊല ഉണ്ടാകും, നമുക്ക് വേറൊരു സന്തോഷമാണ്. അതെ. അതില്ലാതെ കണ്ടു കഴിഞ്ഞാൽ ഒന്നുമില്ല, വെറും തടി മാത്രമേ ഉള്ളൂ. ഒരു സന്തോഷം കിട്ടുന്നില്ല. അതെ, ഒരു 10 കൊല കാണുമ്പോ ഒരു സന്തോഷം തന്നെ. ഇത് നിറച്ചു ഇട്ട് കഴിഞ്ഞാല് അത് ശരിക്കും അടിയുമ്പോ കറക്റ്റ് ആവും അല്ലെ? എന്നിട്ട് അതിന്റെ മുകളിൽ ചാണകമിട്ട് അങ്ങ് മൂടും. കംപ്ലീറ്റ് തൂപ്പിട്ടതിന്റെ മേലെയല്ലേ ചാണകം ഇടുക? ചാണകവും ചാരവും ഇടും അല്ലേ? ഒരു കണക്കിന് തെങ്ങിന് ഇങ്ങനെ ഇടുന്നത് കൊണ്ട് പറമ്പ് വൃത്തിയാവും അല്ലേ? ഒരുപാട് പറമ്പിലെ ചപ്പും ചവറും എല്ലാം എടുത്ത് നമുക്ക് അങ്ങനെ ഇടാലോ. അതെ, പറമ്പിനും ഗുണം, തെങ്ങിനും ഗുണം, മണ്ണിനും ഗുണം, എല്ലാം കൊണ്ടും അല്ലേ? കൊറേ ഇതെല്ലാം കൊതുക് വരാനും കാരണമാകുന്നുണ്ട്. കാട് വന്നാലേ